രചന ജിഷ രഹീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഓൺലൈൻ ന്യൂസിലൂടെ കണ്ണോടിക്കുന്നതിനിടയിൽ യാദൃശ്ചികമായാണ് അയാൾ ആ വാർത്ത കണ്ടത്. അവിശ്വസനീയതയോടെ അയാൾ അത് രണ്ടാവർത്തി വായിച്ചു. റെയിൽവേ സ്റ്റേഷനടുത്തുള്ള അഴുക്കുചാലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ആ പേരിൽ അയാളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. സ്വാതി ശ്രീധരൻ, ഒരു കാലത്ത് തന്റെ പ്രണയവും ജീവനുമായിരുന്നവൾ. ആവശ്യമില്ലാതെ വന്നു കയറിയ തേങ്ങൽ അയാളുടെ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു. അവൾക്ക് വേണ്ടി ഇനിയും കരയാൻ മാത്രം സ്നേഹം തൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടോ? ഇല്ല. ചോദ്യത്തേക്കാൾ വേഗത്തിൽ ഉത്തരം മനസ്സ് തന്നു. ഒരുമിച്ച് പങ്കുവച്ച പ്രണയം, നല്ല ഓർമ്മകൾ, പിന്നെ ഞങ്ങളുടെ കുഞ്ഞി, എൻ്റെ മാത്രം കുഞ്ഞി. അതോർത്തപ്പോൾ മാത്രം അയാളുടെ മനസ്സൊന്ന് വിങ്ങി. ഇതെത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്? ചായ തണുത്തുപോയല്ലോ. ബിന്ദിയെ ചുമലിൽ തട്ടിയപ്പോഴാണ് അയാൾ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. അയാളുടെ മുഖം കണ്ടിട്ടാവണം കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന മൊബൈൽ ഇത്തിരി ഫലമായി തന്നെ അവൾ പിടിച്ചു വാങ്ങിയത്. അക്ഷരങ്ങളിലൂടെ കണ്ണോടിച്ച് അവളുടെ മുഖഭാവവും മാറി. മിഴികൾ അയാളിലെത്തി. ഒരക്ഷരം പോലും പറയാതെ അവൾ ആ മൊബൈൽ അയാളുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു. പിന്നെ പതിയെ അയാളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ആ ചുണ്ടുകളുടെ നേർത്ത സ്പർശം അയാൾക്കപ്പോൾ ആവശ്യമായിരുന്നു. ഒന്നും ഉരിയാടാതെ അവൾ ചൂടാറിപ്പോയ ചായ ഗ്ലാസും എടുത്ത് തിരിഞ്ഞു നടക്കുമ്പോഴാണ് അയാൾ ചോദിച്ചത്, ബി കുഞ്ഞി? അവൾ അപ്പുവിൻ്റെ കൂടെ കളിക്കുക സഞ്ജീവ്? അയാളൊന്ന് മൂളി. ഒന്നുകൂടെ അയാളെ നോക്കിയിട്ട് ബിന്ദിയ പുറത്തേക്ക് നടന്നു. അയാളുടെ കണ്ണുകൾ പിന്നെയും ആ ഫോട്ടോയിലേക്ക് നീണ്ടു. ഓർമ്മകളും. സഞ്ജു ഏട്ടാ, എത്ര കാലമായി ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നു. എന്താ മനുഷ്യ എനിക്കൊരു കുറവ്? എന്താ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവാത്തേ? ഇടവഴി കഴിഞ്ഞ് വായനശാലയിലേക്കുള്ള റോഡിലേക്ക് തിരിയുമ്പോഴാണ് സ്വാതി പിറകിലൂടെ സഞ്ജീവിന്റെ മുന്നിലേക്ക് ഓടിക്കയറി വന്ന് നിന്നത്. സ്വാതി, നീ ചുമ്മാ മനുഷ്യനായിട്ട് വട്ടാക്കാതെ മുന്നിൽ നിന്ന് മാറിക്കേ. ആരെങ്കിലും കണ്ട ഇനി അത് മതി. നിനക്കെല്ലാം കുട്ടിക്കളിയാ. സഞ്ജീവിന്റെ മുഖത്ത് ദേഷ്യമായിരുന്നു. സ്വാതിയുടെ മുഖം മാറി. ആ തുടുത്ത കവിൾത്തടങ്ങൾ ഒന്നുകൂടെ വീർത്തു വന്നു. ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. ഞാൻ സഞ്ജീവിന്റെ പെണ്ണാ. അവന്റെ ഇടനെഞ്ചിൽ കൈവച്ച് മൃദുവായി തള്ളിക്കൊണ്ട് സ്വാതി പറഞ്ഞു. അവൻ തിരിച്ചെന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ കുറുമ്പ് നിറഞ്ഞ കണ്ണൊന്ന് അടച്ചു കാട്ടി സ്വാതി നടന്നു കഴിഞ്ഞിരുന്നു. അകന്നുപോയ ആ കൊലുസിന്റെ താളം കേട്ടപ്പോൾ സഞ്ജീവിന്റെ ചുണ്ടിലും ഒരു ചിരി തെളിഞ്ഞിരുന്നു. ഇഷ്ടമാണ്, പക്ഷേ മേലെടുത്ത ശ്രീധരൻ മുതലാളിയുടെ മകളെ മോഹിക്കാനുള്ള ധൈര്യം കൈവന്നിട്ടില്ല ഇതുവരെ. ഹൈസ്കൂളിൽ നിന്നും തുടങ്ങിയതാണ് സ്വാതി തന്റെ പിന്നാലെയുള്ള നടപ്പ്. വലിയ വീട്ടിലെ കുട്ടിയുടെ പ്രായത്തിന്റെ ചാബല്യങ്ങളെന്ന് കരുതി ആദ്യമൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും സ്വാതി ഒഴിഞ്ഞുപോയില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് അവളുടെ തന്നോടുള്ള പ്രണയത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, പൂർവാധിക ശക്തിയോടെ അവൾ തന്റെ പിന്നാലെ തന്നെയുണ്ട്. പക്ഷേ ശ്രീധരൻ മുതലാളി മകൾക്ക് അനുയോജ്യനായ ഡോക്ടറെയും IAS ഒക്കെ തിരക്കി നടക്കുന്നയാൾ മകൾക്ക് വെറും ഒരു പാരലൽ കോളേജ് അധ്യാപകനുള്ള പ്രണയം അറിഞ്ഞാൽ ഉള്ളിലുള്ള ഇഷ്ടം ഒരു തുള്ളി പോലും പുറത്ത് കാണിക്കാതിരുന്ന് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതി തന്നെയായിരുന്നു. ഒടുവിലൊരു ദിവസം സ്വാതിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞപ്പോൾ ഉള്ളു വല്ലാതെ വിങ്ങിയെങ്കിലും ഒന്നും പുറത്ത് കാണിച്ചില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ അമ്മ വാതിൽ തുറന്നപ്പോൾ കണ്ടത് കരഞ്ഞു തളർന്ന മുഖവുമായി ഉമ്മർത്തി നിൽക്കുന്നവളെയാണ്. പ്രമാണിയായ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും സമ്പത്തും സുഖ സൗകര്യങ്ങളെയും എല്ലാം വിട്ട് ഞങ്ങളുടെ കൊച്ചു കൂരിയിലേക്ക് ഇറങ്ങി വന്നവളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കയറ്റാൻ പറഞ്ഞത് അമ്മ തന്നെയായിരുന്നു. ഒരിക്കൽ വെറുതെ പോലും അവളെ മോഹിക്കരുതെന്ന് പറഞ്ഞു പഠിപ്പിച്ച അമ്മ. പ്രതീക്ഷിച്ച പോലെ അവളുടെ വീട്ടുകാർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവരുടെയൊക്കെ മനസ്സുകളിൽ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നത്രേ. മേലേക്കാവിൽ നിന്നും മഞ്ഞച്ചരട്ടിൽ കുരുത്ത താലി ചാർത്തി ഞങ്ങൾ ജീവിതം തുടങ്ങി. അപ്പോഴും ഉള്ളിൽ ഭയമായിരുന്നു. രാജകുമാരിയെപ്പോലെ ജീവിച്ചവളാണ്. അവൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം. പക്ഷേ എൻ്റെ ധാരണകളൊക്കെ തിരുത്തിക്കൊണ്ടവൾ നല്ലൊരു പ്രണയിനിയുടെ റോളിൽ നിന്നും ഭാര്യയിലേക്കും മരുമകളിൽ നിന്ന് മകളിലേക്കും മാറി. സ്വർഗതുല്യമായ ജീവിതം. ഇല്ലായ്മകളിലും പരാതി പറയാതെ കൂടെ നിൽക്കുന്നവൾക്ക് വേണ്ടിയായിരുന്നു പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയത്. തുടർന്ന് പഠിക്കുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓൺലൈനായിട്ട് PSC കോച്ചിങ് ചെയ്യാമെന്ന് പറഞ്ഞ് നല്ല ഫോണൊരെണ്ണം വാങ്ങി നൽകിയത്. വീടൊന്ന് ചെറുതായി പുതുക്കി പണിതപ്പോൾ ഉണ്ടായ കടങ്ങൾ വീട്ടാൻ നെട്ടോട്ടം ഓടുന്നതിനിടെയായിരുന്നു സ്വാതി ഗർഭിണിയായത്. പെട്ടെന്നൊരു കുഞ്ഞ് വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും പ്രാവർത്തികമാക്കാനായില്ല. എന്നാലും കുഞ്ഞിയുടെ വരവ് ഞങ്ങൾ ആഘോഷമാക്കിയിരുന്നു. ഒരു കുഞ്ഞുണ്ടാവുമ്പോഴെങ്കിലും വീട്ടുകാരൊന്നും ഭയപ്പെടുമെന്ന സ്വാതിയുടെ ആഗ്രഹങ്ങൾ പാഴിലായി. ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കപ്പെട്ടത് തന്നെയാണെന്ന് അവൾ ഒന്നുകൂടെ ഉറപ്പിച്ചപ്പോൾ അവൾക്കും വാശിയായി. അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം എന്നെ കൊണ്ടാവും വിധം നടത്തി കൊടുക്കാൻ ഞാനും ശ്രദ്ധിച്ചിരുന്നു. അമ്മയും അവൾക്കൊരു കുറവും വരുത്താതെ എന്നെ പരിചരിച്ചു. കുഞ്ഞി പിറന്നതിൽ പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടിയെന്ന ചിന്ത എന്നെ വല്ലാതെ പിടിമുറുക്കിയപ്പോഴാണ് ഞാനും രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ തുടങ്ങിയത്.
അതിനൊപ്പം ഒരു സ്ഥിര വരുമാനമുള്ള ജോലി കൂടി നേടിയെടുക്കണമെന്ന് മനസ്സിലുറപ്പിച്ച് PSC കോച്ചിങ് ഒന്നുകൂടെ ഊർജിതമാക്കി. എന്റെ കൂടെ ഒന്ന് ഇരിക്കാനോ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ പറ്റുന്നില്ലെന്ന് സ്വാതി പരിഭവം പറഞ്ഞു തുടങ്ങിയപ്പോൾ, എല്ലാം നമുക്ക് വേണ്ടിയല്ലേ, കുഞ്ഞിക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. മോളുണ്ടായതിൽ പിന്നെ കുഞ്ഞിയായിരുന്നു അവളുടെ ലോകം. ചിലപ്പോഴതിൽ ഞാനും പരിഭവം പറയുമായിരുന്നു. സ്വാതിയുടെ വർദ്ധിച്ചു വന്ന മൊബൈൽ ഉപയോഗത്തിൽ എനിക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ആ ദിവസങ്ങളിലൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞ് അമ്മയോടൊപ്പമായിരുന്നു ഉണ്ടാവാറുള്ളത്. ഭക്ഷണം എടുത്തു തന്നിരുന്നതും അമ്മയായിരുന്നു. പകലൊക്കെ കുഞ്ഞിനെ നോക്കി അവൾക്ക് ആകെ ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഒരു നിമിഷം പോലും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ കുഞ്ഞിയുടെ സ്വഭാവമായിരുന്നു. വിചാരിച്ച പോലെ ജീവിതം കൊണ്ട് ചെന്നെത്തിക്കാൻ പറ്റാതെ നൈരാശ്യം പിടിമുറുക്കാൻ തുടങ്ങുന്നതിനിടെയായിരുന്നു അമ്മയുടെ മരണം. അതിന് തലേന്ന് രാത്രി അമ്മ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. നീ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല സഞ്ജു, ഇടയ്ക്കൊക്കെ അവനോന്റെ കാര്യങ്ങളും നോക്കണം. ആ വാക്കുകളുടെ പൊരുൾ പിന്നീടുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കുകയായിരുന്നു. എന്നോടൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറുന്നവൾ സദാസമയം ഫോണിലായിരുന്നു. കുഞ്ഞിയുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ ആയതോടെയാണ് ഞാനും അവളെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കി വെക്കുന്ന തണുത്തുറഞ്ഞ ഭക്ഷണം പോലും ചിലപ്പോൾ രാത്രിയിൽ തന്നെ കാത്തിരിപ്പുണ്ടാവില്ല. ദേഹം മുഴുവൻ അഴുക്കിൽ പൊതിഞ്ഞ കുഞ്ഞിയെ പലപ്പോഴും ഞാൻ കണ്ടു തുടങ്ങിയിരുന്നു. ഒരു ദിവസം ഞാൻ എത്തിയപ്പോൾ തളർന്നുറങ്ങിയിരുന്ന കുഞ്ഞിയുടെ നെറ്റിൽ നീളത്തിലൊരു മുറിവുണ്ടായിരുന്നു. അതവൾ കളിക്കുമ്പോൾ വീണതാണെന്ന് അലസമായി പറയുമ്പോഴും സ്വാതിയുടെ കണ്ണുകൾ മൊബൈലിലായിരുന്നു. അന്നാണ് ഞാൻ അവളോട് ആദ്യമായി പരിധിയിൽ കവിഞ്ഞ് ദേഷ്യപ്പെട്ടത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവളുടെ കൂസലില്ലായ്മയായിരുന്നു. അതിനുശേഷം അവൾ എന്നോടൊന്നും സംസാരിച്ചില്ല. 2 ദിവസം കഴിഞ്ഞു. അന്ന് ഞാൻ ഓട്ടോയുമായി പതിവിൽ നേരത്തെ എത്തിയിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. മോൾ ഒറ്റയ്ക്ക് കോലായിൽ നിന്ന് ഇറയത്തേക്ക് ഇഴഞ്ഞിറങ്ങാൻ തുടങ്ങുന്നു. പൂമുഖവാതിൽ മലർക്കെ തുറന്നിട്ടിട്ടുണ്ട്. കുഞ്ഞിയെയും വാരിയെടുത്ത് അകത്തേക്ക് നടക്കുമ്പോഴാണ് ഞാൻ അവളുടെ ശബ്ദം കേട്ടത്. കൊഞ്ചിക്കൊണ്ടുള്ള സംസാരത്തിനിടെ പതിഞ്ഞ ചിരിയും കൂടെ കേട്ടതോടെ ഞാൻ വാതിൽക്കൽ അനങ്ങാനാവാതെ നിന്നുപോയി. കുഞ്ഞിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് പരിസരബോധം പോലുമില്ലാതെ ഫോണിൽ കൊഞ്ചിക്കുഴഞ്ഞവൾ തിരിഞ്ഞു നോക്കിയത്. ഒന്ന് പരിങ്ങിക്കൊണ്ട് കോൾ കട്ട് ചെയ്ത് എന്റെ അരികിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചവളെ ഞാൻ തടഞ്ഞു. ആരായിരുന്നു ഫോണിൽ? ഉത്തരമില്ല. സ്വാതി നിന്നോടാ ചോദിച്ചത്, ആരോടാ നീ സംസാരിച്ച്? അത് നിങ്ങളറിയേണ്ട കാര്യമില്ല. എടുത്തടിച്ച പോലെയുള്ള വാക്കുകൾ എന്റെ ക്ഷമയുടെ എല്ലാ പരിധിയും കടന്നിരുന്നു. അവളുടെ വലത് കവിളിൽ എന്റെ കൈ ആഞ്ഞു പതിയുമ്പോൾ ഞാൻ ദേഷ്യം കൊണ്ട് അടിമുടി വിറക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞ് പേടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. കവിൾ പൊത്തിപ്പിടിച്ചിരുന്നവൾ എന്നെ ദേഷ്യത്തോടെ നോക്കി. നിങ്ങൾ എന്നെ അടിച്ചുവല്ലേ? കാറ്റുപോലെ അവൾ ഇറങ്ങി അമ്മയുടെ മുറിയിൽ കയറി കതകടച്ചു. മോളെ സമാധാനിപ്പിച്ച് ഉറക്കിയിട്ടാണ് ഞാൻ മുറിയുടെ കഥകിൽ ചെന്ന് തട്ടിയത്. ഒരു മറുപടിയും ഉണ്ടായില്ല. സ്വാതി, നീ കഥക് തുറന്നില്ലെങ്കിൽ ഞാനിതിപ്പോ ചവിട്ടി പൊളിക്കും. വെറുതെ ഒച്ച വെക്കണ്ട, ഞാൻ തുറക്കില്ല. ഞാനെന്തോ പറയാൻ തുടങ്ങിയെന്ന് കേട്ടു. ഇപ്പോഴെനിക്കൊന്നും പറയാനില്ല, രാവിലെ സംസാരിക്കാം. 1-2 നിമിഷം കൂടെ ആ കഥകിന് മുന്നിൽ നിന്നിട്ട് ഞാൻ തിരിഞ്ഞടന്നു. മോൾക്കരികിൽ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? സ്വാതി ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ അവൾക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചത്. കുഞ്ഞി കൂടി വന്നതോടെ തനിക്ക് വേണ്ടി ജീവിക്കാൻ താൻ മറന്നു കഴിഞ്ഞിരുന്നു. ഓരോ നിമിഷം അവൾക്ക് വേണ്ടിയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ, സൗകര്യങ്ങൾ അതുമാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരുമായുള്ള ഒത്തുചേരലുകൾ, ആഘോഷങ്ങൾ എല്ലാം വേണ്ടെന്ന് വെച്ചതും കുടുംബത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ രാവിലെ ഉറക്കമുണർന്നപ്പോൾ സ്വാതിയോടെ എല്ലാം തുറന്ന് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചാണ് മുറിയിൽ നിന്ന് ഇറങ്ങിയത്. അവൾ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ പുറത്തു പോവാനെന്നോട് ഒരുങ്ങി അവളുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അവളുടെ മുഖം കനത്തിരുന്നു. ഞാനൊരാളായിട്ട് ഇഷ്ടത്തിലാ. എനിക്ക് അയാളോടൊപ്പം ജീവിക്കണം. യാന്ത്രികമായാണ് ചോദിച്ചത്. ആര്? ഓൺലൈൻ പരിചയപ്പെട്ടതാ, പിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു പോയി. ഇനി ഞങ്ങൾക്ക് പിരിയാനാവില്ല. ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. സ്വാതി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ കുഞ്ഞി. അവളുടെ മുഖത്ത് പരിഹാസമായിരുന്നു. അതിന് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നല്ലോ. അതിന്? ആ വാക്കിനുള്ളിലെന്തോ വീണുടഞ്ഞിരുന്നു. അമ്മയെപ്പോലെ തന്നെ അച്ഛനും കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. തൽക്കാലം അതിനെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. ഒരക്ഷരം തിരിച്ചു പറയാതെ അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. അതെന്റെ സ്വാതിയായിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പോകുന്നു. പോവാനായി തിരിഞ്ഞവൾ വീണ്ടും നിന്നു. ഡിവോഴ്സിനായി ഞാൻ വക്കീലിനെ കണ്ടിരുന്നു. മ്യൂസിലാവുമ്പോൾ വേഗം ശരിയാക്കാന്നാ പറഞ്ഞത്. കുഞ്ഞുണർന്ന് കരഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷെ അത് കേൾക്കാത്ത മട്ടിൽ അതും പറഞ്ഞ് അവൾ നടന്നകന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ. പരിഹാസത്തിൽ പൊതിഞ്ഞ കുത്തുവാക്കുകൾ, സഹതാപം നിറച്ച ഒളിയമ്പുകൾ. ആണത്തമില്ലാത്തവൻ, കഴിവ് കെട്ടവൻ,
ഭാര്യയെ ദേഹോപദ്രവം ചെയ്തപ്പോൾ സഹികെട്ട് അവൾ ഓടിപ്പോയി. ഭാര്യയെ കയറൂരി വിട്ടിട്ടല്ലേ, നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കണം. ഭാര്യയെ അടക്കി നിർത്താൻ കഴിവ് വേണം. അങ്ങനെ പലതരത്തിൽ കേൾക്കേണ്ടി വന്നു. ഒരച്ഛൻ്റെയും അമ്മയുടെയും ശാപമാണെന്നും അവരുടെ മകൾ അവരിൽ നിന്ന് അകറ്റുന്നതിന് കിട്ടിയ ശിക്ഷയാണെന്നും അവളുടെ വീട്ടുകാരുൾപ്പെടെ പലരും പറഞ്ഞു. ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കേണ്ടി വന്ന മനുഷ്യനെ ആരും കണ്ടില്ല, അറിയാൻ പോലും ശ്രമിച്ചില്ല. ഡിവോഴ്സിനുള്ള പേപ്പറുകൾ കിട്ടിയപ്പോൾ മനസ്സിൽ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു, എന്നേക്കുമായി. പ്രതീക്ഷിക്കാത്ത നേരത്തെ കിട്ടിയ ജോലി അപ്പോഴൊരു ഭാഗ്യമായിരുന്നു. മനസ്സിൽ വ്രണമായി തുടങ്ങിയ മുറിവുകളുമായിട്ടായിരുന്നു കുഞ്ഞിയെയും കൊണ്ട് ഈ നഗരത്തിലെത്തിയത്. മോളെ ഡേ കെയറിൽ ഏൽപ്പിച്ച് ജോലിക്ക് കയറി. ഒട്ടും എളുപ്പമായിരുന്നില്ല. കുഞ്ഞിൻ്റെ വാശി, ശാഠ്യങ്ങൾ, സമനില കൈവിട്ടു പോകുമെന്ന് കരുതിയ ദിവസങ്ങൾ, മുന്നോട്ട് കൊണ്ടുപോവേണ്ടെന്ന് പലവരും തോന്നിയ ജീവിതം. ഓഫീസിലൊരു പരിധിയിൽ കവിഞ്ഞ് ആരുമായും അടുപ്പം കാണിച്ചില്ല. ഭാര്യ മരിച്ചുപോയെന്ന് തന്നെ പറഞ്ഞു. കുഞ്ഞിയും താനും പതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. അതിനിടെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറും വാങ്ങിച്ചിരുന്നു. ബിന്ധ്യ അവൾ സഹപ്രവർത്തകയായിരുന്നു. തന്നെ പോലെ തന്നെ എല്ലാവരോടും സൗമ്യമായി പെരുമാറാറുണ്ടെങ്കിലും അധികം ആരോട് അടുപ്പം കാണിക്കുന്ന കണ്ടിട്ടില്ല. ഡിവോഴ്സിയാണെന്ന് ആരോ പറയുന്ന കേട്ടിട്ടുണ്ട്. അന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ശിവശങ്കര സാറും കൂടെ ഉണ്ടായിരുന്നു. ആള് തന്നെ താഴത്തെ ഫ്ലോറിലാണ് താമസം. റിട്ടയർ ആവാൻ 1 വർഷം തികച്ചില്ല. സാറ് പറഞ്ഞിട്ടാണ് കോഫി ഷോപ്പിലേക്ക് കയറിയത്. ഞങ്ങളിരുന്ന് കുറച്ചു കഴിഞ്ഞാണ് അപ്പുറത്തെ വശത്തായി ഇരുന്നിരുന്ന ഒരു സ്ത്രീയും പുരുഷനും എഴുന്നേറ്റത്. അത് ബിന്ദിയായിരുന്നു. അവൾ ഞങ്ങൾ കണ്ടിരുന്നില്ല. ശിവശങ്കരൻ സാറ് പരിഹാസത്തോടെ നിന്ന് മൂളി. അവളാണ് പിഴയാ സഞ്ജീവ്. എട്ടിയോനെ കളഞ്ഞിട്ട് നടക്കുക. തനിക്ക് വേണേലൊന്ന് മുട്ടി നോക്കിക്കോ. നമ്മൾ വയസ്സന്മാരെയൊന്നും അവൾക്ക് പിടിക്കത്തില്ല. ചെറുപ്പക്കാരെ അടുപ്പിക്കൂ. എപ്പോഴോ മുട്ടി നോക്കിയിട്ട് തട്ടിയിട്ടിയതിന്റെ കൊതിക്കുറവായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എന്നാലും അയാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ തന്തയാവാൻ പ്രായമുള്ളയാൾ. പ്രതീക്ഷിക്കാതെ എത്തിയ ഒരു മിന്നൽ പണിമുടക്കിന്റെ അന്നാണ് ബിന്ദിയന്റെ കാറിൽ കയറുന്നത്. റോഡരികിൽ നിൽക്കുന്നത് കണ്ടു. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചാണെങ്കിലും അവൾ ഒരു മടിയും കൂടാതെ മുൻസീറ്റിൽ തന്നെ കയറി. തെല്ലൊന്ന് അമ്പരുന്നു എന്നത് നേരി. ഞാൻ വണ്ടിയിൽ കയറുമെന്ന് സാറ് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മനസ്സിലായി. ഞാൻ ജീവിതത്തെ പ്രാക്ടിക്കലായി കാണുന്ന ഒരാളാണ് സാറേ. പിന്നെ എനിക്ക് ഈ കപട സദാചാരത്തോളം ദേഷ്യമുള്ള മറ്റൊന്നില്ല. യാത്ര പറയുന്നതിനിടയിൽ അവൾ പറഞ്ഞ ആ വാക്കുകളിൽ നിന്നാണ് കൗതുകം അവളിലേക്കും എത്തിയത്. പൊന്നും പണവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയവൻ ഒതുക്കം തീർന്നപ്പോൾ തനി നിറം കാട്ടി തുടങ്ങിയപ്പോൾ അവൾ ഓർത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ വെന്തുമരിച്ച ചേച്ചിയാണത്രേ. അയാളുടെയും വീട്ടുകാരുടെയും തട്ടിക്കളിക്കലിൽ നിന്നൊടുക്കാതെ താലിമാല പൊട്ടിച്ചെറിഞ്ഞ് അവൾ ഇറങ്ങിപ്പോന്നു. കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറേ. വിശപ്പകറ്റാൻ വഴിയില്ലാതെ പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നാലും തോറ്റുകൊടുക്കാൻ മനസ്സിലായിരുന്നു. ഇന്നിപ്പോൾ ചുറ്റും നോക്കി നിൽക്കുന്ന കാഴ്ചക്കാരെ കാണുമ്പോൾ പുച്ഛവും സഹതാപവും മാത്രമേ ഉള്ളൂ. ബഹുമാനമായിരുന്നു തോന്നിയത്, പതിയെ സൗഹൃദവും. ഞാൻ കാരണമാണോ, എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ സ്വാതി പോയതെന്ന കുറ്റബോധം അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നു. അതിനെ തൂത്തെറിഞ്ഞ് ബിന്ദിയായിരുന്നു. ഇന്നലകളെ ഓർത്ത് വേദനിക്കാതെ, എന്നാൽ മറക്കാതെ ഇന്നിൽ ജീവിക്കാനും നാളുകളെപ്പറ്റി പ്രതീക്ഷ അർപ്പിക്കാനും പഠിപ്പിച്ചത് അവളായിരുന്നു. പ്രണയം കടന്നു വരാതിരുന്ന സൗഹൃദം വിവാഹത്തിലെത്തി നിൽക്കാൻ പ്യൂൺ നാരായണേട്ടൻ്റെ വാക്കുകളും കാരണമായിരുന്നു. എന്തുകൊണ്ടും പരസ്പര തുണയായിക്കൂടെന്ന ചിന്ത ഉള്ളിൽ മുളപൊട്ടുമ്പോൾ സ്വാതി മനസ്സിൻ്റെ കോണിൽ പോലും ഉണ്ടായിരുന്നതായി തോന്നിയിരുന്നില്ല. എന്നാലും കഴിഞ്ഞുപോയൊരു ജീവിതത്തിൻ്റെ പാടുകൾ അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അവശേഷിച്ചുകൊണ്ടാവാം. ഞങ്ങൾ പ്രണയത്തിലായത് പിന്നെയും ഏറെ കഴിഞ്ഞാണ്. ബിന്ധ്യ ഭാര്യയുടെ ഒപ്പം കുഞ്ഞിയുടെ അമ്മയുടെ റോള് ഏറ്റെടുത്തത് അതിഭാവുകത്വം ഒന്നുമില്ലാതെ തന്നെയായിരുന്നു. ശിക്ഷിക്കേണ്ട സമയത്ത് അവൾ കുഞ്ഞിയെ ശിക്ഷിച്ചു. തല്ല് കൊടുക്കേണ്ടിടത്ത് തല്ലി. അതേപോലെ തന്നെ കൊഞ്ചിക്കാനും ചേർത്ത് നിർത്താനും ബിന്ധ്യക്ക് അറിയാമായിരുന്നു. അപ്പു ഉണ്ടായപ്പോൾ ഏറ്റവും സന്തോഷിച്ചതും കുഞ്ഞിയായിരുന്നു. ബിന്ധ്യ ഒരിക്കലും അപ്പുവിൽ കൂടുതൽ കുഞ്ഞിയെ സ്നേഹിച്ചിരുന്നില്ല. എന്നാൽ അപ്പുവിനേക്കാൾ ഒരണുവിട പോലും കുറവും. മോൾക്ക് തിരിച്ചറിവായതിൽ പിന്നെ അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നും മറ്റാരിൽ നിന്നെങ്കിലും അറിയുമ്പോൾ അവളുടെ മനസ്സ് വേദനിക്കുമെന്നും പറഞ്ഞത് ബിന്ദിയായിരുന്നു. കുഞ്ഞിയോട് അവളുടെ അമ്മയെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും തൻ്റെ ശബ്ദം പതറിയിരുന്നു, ഇടനെഞ്ച് വിങ്ങിയിരുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടിയപ്പോൾ താനും പിന്നാലെ പോയി. തങ്ങൾക്കുള്ള ചായ കപ്പുകളിലേക്ക് പകരുന്ന ബിന്ദിയെ കെട്ടിപ്പിടിച്ച് അവളുടെ മാറിലേക്ക് തലയായിച്ചുകൊണ്ടാണ് കുഞ്ഞി പറഞ്ഞത്, ഇതാണ് എൻ്റെ അമ്മ, എനിക്ക് ഈ അമ്മയെ മതി, വേറെ ആരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല അച്ഛാ. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ബിന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പ്രണയിനിക്കും ഭാര്യയ്ക്കും അമ്മക്കും ഉദ്യോഗസ്ഥർക്കും ഇടയിൽ ബിന്ദിയ നല്ലൊരു എഴുത്തുകാരിയും കൂടെയായിരുന്നു. ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ടെടുത്തിട്ടും പലപ്പോഴും രാത്രികളിൽ ഉറങ്ങാതിരുന്ന് എഴുതുന്നവളെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അവൾ ചോദിച്ചു, ഞാനിങ്ങനെ കിട്ടുന്ന സമയം മുഴുവൻ ഫോണിൽ കുത്തിപ്പിടിക്കുന്നതുകൊണ്ട് സഞ്ജീവിന് മുഷിച്ചിൽ തോന്നുന്നുണ്ടോ? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാണ് ഉത്തരം അവളെ ചേർത്ത് പിടിച്ച് തന്നെ പറഞ്ഞത്. താനൊരു കഴിവുള്ള എഴുത്തുകാരിയാണ്. തനിക്ക് ഇഷ്ടം തോന്നുന്ന, സമാധാനം കിട്ടുന്ന എന്തും ചെയ്യാം.
എല്ലാറ്റിനുപരി എൻ്റെ ഭാര്യയ്ക്ക് അക്കരപ്പച്ച എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായിട്ട് അറിയാമെന്നും എനിക്കറിയാം. പൊട്ടിച്ചിരിയോടെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. കാരണം അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ടായിരുന്നു. ഏതാണ്ട് 1 വർഷം മുമ്പെയാണ് റഷീദിനെ കണ്ടത്. പാരലൽ കോളേജിലെ സഹപ്രവർത്തകൻ എന്നതിനേക്കാൾ നാട്ടിൽ നിലനിർത്തിയിരുന്ന ഒരേ ഒരു ബന്ധം. സ്വാതിയെ ഗോവയിൽ വെച്ച് കണ്ടത്രേ. ആളാകെ മാറിയിരുന്നു. കൂടെ കൊണ്ടുപോയവനും അടുത്തപ്പോൾ നിവൃത്തിയില്ലാതെ അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ. അങ്ങനെ ഇടയ്ക്കെപ്പോഴോ എറണാകുളത്ത് വെച്ച് കണ്ടുവെന്നും പറഞ്ഞത് അവൻ തന്നെയായിരുന്നു. 8 മാസങ്ങൾക്ക് മുമ്പെയാണ് മെസ്സഞ്ചറിൽ ആ മെസ്സേജ് വന്നത്. സാധാരണ അതങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് ഏറെ വൈകിയാണ് കണ്ടതും. സഞ്ജുവേട്ട, അങ്ങനെ വിളിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് ഞാൻ. ആ സ്നേഹം മനസ്സിലാക്കാതെ അക്കരപ്പച്ച തേടിപ്പോയവൾ. ഒരുപാട് അനുഭവിച്ചു. വാക്കുകളാൽ പറയാവുന്നതിനപ്പുറം. ഏട്ടനോടും മോളോടും ചെയ്തതിനൊക്കെ മരിക്കുന്നതിന് മുമ്പൊന്ന് നേരിൽ കണ്ട് ആ കാലിൽ പിടിച്ചൊന്ന് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ധൈര്യമോ അർഹതയോ ഇല്ല. ഒരിക്കൽ എൻ്റേത് മാത്രമായിരുന്ന സഞ്ജുവേട്ടനോടും നൊന്തുപെറ്റെന്ന് ഓർക്കുക പോലും ചെയ്യാതെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞിമോളോടും. സ്വാതി ഞെട്ടലോടെയാണ് വായിച്ചത്. ഏറെക്കാലമായി ഓർമ്മകളിൽ തെളിയാതിരുന്ന, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ അനുവദിക്കാതിരുന്ന ആ മുഖം. അഭിപ്രായമൊന്നും പറയില്ലെന്ന് അറിയാമായിരുന്നിട്ടും ബിന്ദിയോട് പറഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞു നോക്കുമ്പോൾ പനിനീർപ്പൂവിൻ്റെ ചിത്രമുള്ള ആ ID നിലവിലില്ലായിരുന്നു. നഗരത്തിലെ അഴുക്കുചാലിൽ നിന്ന് കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം 2 ആഴ്ച മുമ്പ് വലിയ പ്രത്യേകതയൊന്നും തോന്നാത്ത വാർത്തയായിരുന്നു. പക്ഷേ ഒരിക്കൽ പ്രണയിച്ചിരുന്നവൾ, തങ്ങളുടേതായിരുന്ന നിമിഷങ്ങൾ എല്ലാം കൺമുമ്പിൽ തെളിഞ്ഞു വന്നപ്പോൾ അയാളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അയാൾ പോലും അറിയാതെ. ഒരിക്കലും അവൾ നശിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും അയാൾക്കറിയാമായിരുന്നു സ്വാതി കുഞ്ഞിയോട് ചെയ്ത് തനിക്കൊരിക്കലും പൊറുക്കാനാവില്ലെന്ന്. കൈവിരലുകൾ വെറുതെ സ്ക്രീനിൽ പരതുമ്പോഴാണ് അയാളുടെ കണ്ണുകൾ മറ്റൊരു വാർത്തയിൽ പതിഞ്ഞത്. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട വിവാഹിതനും 2 മക്കളുടെ അച്ഛനുമായ കാമുകനോടൊപ്പം ഒളിച്ചോടിയ വിവാഹിത. സഞ്ജീവന്റെ മനസ്സിൽ തെളിഞ്ഞത് ആ വാക്കായിരുന്നു, അക്കരപ്പച്ച.